എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2021 മുതൽ 2025 വരെ നടന്നിട്ടുള്ള മുൻകാല PSC ചോദ്യങ്ങളുടെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിടണം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താഴെ എന്തായാലും ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു താങ്ക് യു എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ഗുഡ് ക്ലാസ്സിന് ഒരു വിത്തിൻ സെക്കൻഡിൽ അത്ര മതി. അതെങ്കിലും എന്താണ് നമുക്ക് അപ്പോഴേ നമ്മൾക്ക് ഈ ഒരു ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ കമന്റും ഇതൊക്കെ നമുക്കൊരു എന്താണ് പ്രയോജനമാണ്. അപ്പൊ നമ്മുടെ അമിത പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഓരോ ക്ലാസ്സിന്റെ താഴെ ഇപ്പൊ നമുക്കൊന്നും എന്താണ് കൂടുതൽ ഇപ്പൊ ഇൻകം ഒന്നും നമുക്കില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്താലാണ് അവരെന്ത് ചെയ്യുന്നത്, അതിനൊരു വാല്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു താങ്ക് യു എന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ഗുഡ് ക്ലാസ് എന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എത്ര വേണം വിത്തിൻ സെക്കൻഡല്ലേ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ജെറണ്ട് ഫോം ഉള്ള സെന്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING വരുന്ന സെന്റൻസുകൾ, തന്നിരിക്കുന്ന സെന്റൻസിൽ ING ഫോം ഉള്ള സെന്റൻസ് ഉണ്ടെങ്കിൽ അത് ജെറണ്ട് ഫോം ഉള്ള സെന്റൻസ് ആണ്. അതിനെയാണ് ജെറണ്ട്. അപ്പോൾ ING ഫോം ഉള്ള സെന്റൻസ്, ഓക്കെ, ക്രൈയിങ് അല്ലേ, ക്രൈയിങ്, പ്ലേയിങ്, ഡാൻസിങ് അല്ലേ, ഇതൊക്കെ എന്താണ്, ഡ്യൂറിങ് അല്ലേ, ഇതൊക്കെ എന്താണ് ING ഫോം ഉള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇതിന് എന്താ പറയാ, ജെറണ്ട് ഫോം ആണെന്ന് പറയാം. അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്ക്. ഇതിൽ ING ഫോം ഉള്ള സെന്റൻസ് എയിൽ ഉണ്ടോ? ഷീ വാക്ക്ഡ് ടു ദ സ്റ്റോർ, ഇല്ല അല്ലെ, അപ്പൊ ഡിലീഷൻ. ദേ വാച്ച്ഡ് ദ മൂവി, ING ഫോം ഉണ്ടോ? ഇല്ല. വി ഏറ്റ് പിസ്സ ഫോർ ഡിന്നർ ഉണ്ടോ? ഇല്ല. ഇവിടെ ഓൺലി ഒരൊറ്റ സെന്റൻസ് മാത്രമേ ഉള്ളൂ അല്ലെ, ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. മനസ്സിലായോ? അപ്പൊ ING ഫോം ഉള്ള സെന്റൻസുകളിൽ എന്താ പറയാ, ജെറണ്ട്. അടുത്തത് ആർട്ടിക്കിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആർട്ടിക്കിളിൽ നിന്ന്. That was dash disappointment, but we managed to get dash room across dash hall from it. 62 ചെയ്യൂ. എന്താണ് പറയാ, that was അല്ലേ, that was എന്താണ് അവിടെ ചെയ്യും, ഡിസപ്പോയിന്റ്മെന്റിന്റെ മുന്നിലെ ഏത് ആർട്ടിക്കിൾ വരും? That was a disappointment, but we managed to get the room across the hall from it. That was a disappointment. That was a disappointment, but we managed to get the room. റൂമിനെ അവിടെ എടുത്തു പറയാണ് അല്ലേ, റൂമിനെ അവിടെ എടുത്തു പറയുന്നത് കൊണ്ട് ഇതാ പറഞ്ഞു. പിന്നെ across the hall അല്ലേ, ഹാളിനെ വീണ്ടും അവിടെ എടുത്തു പറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരു സെന്റൻസിൽ അതിനെ സ്പെസിഫൈ ചെയ്തിട്ട് വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഏത് ഫോം യൂസ് ചെയ്യണം, ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, as soon as he came he made sure that everything was all right. Change into a negative sentence. താഴെ ഈ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണം. പക്ഷേ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ് മീനിങ്. നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിന്റെ അർത്ഥത്തിൽ ഒരിക്കലും വ്യത്യാസം വരാനും പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേഞ്ച് ഇൻടു എ നെഗറ്റീവ് സെന്റൻസസ്, നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുക വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ അർത്ഥത്തിൽ നെഗറ്റീവിലേക്ക് മാറ്റിയതുകൊണ്ട് അതിന്റെ അർത്ഥത്തിൽ മാറ്റങ്ങൾ വരാനും പാടില്ല. അപ്പൊ ഈ as soon as he came he made sure that everything was all right നെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും? ഒന്ന് നോക്ക്, ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്ക്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇവിടെ നോ സൂണർ അല്ലേ, നോ സൂണർ എന്നുള്ളത് വരണം. അപ്പൊ നോ സൂണർ വരുന്നത് as soon as he, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് എന്ത് മാറ്റാം. ഓക്കെ, അപ്പൊ നോ സൂണർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ് വരുന്നത്. അപ്പൊ അതിനെ എങ്ങനെ അർത്ഥം മാറാതെ ചെയ്യാം? നോ സൂണർ കഴിഞ്ഞാൽ ഏത് വരണം,
വെർബ് ഫോം വരണം അല്ലേ? ഓക്സിലറി വെർബ് വരണം. ഏതാണ്? നോ സൂണർ ഡിഡ് ഹി കം than he made sure that everything was all right. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. നോ സൂണർ ഡിഡ് ഹി കം. ഡിഡ് ഹി കെയിം എന്ന് ഒരിക്കലും വരുമോ? ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഈ നോ സൂണർ കഴിഞ്ഞതിന് ശേഷം, നെഗറ്റീവ് സെന്റൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഫോം അല്ലാതെ ഏത് ഫോം യൂസ് ചെയ്യണം? ഓക്സിലറി വെർബ് ആയിരിക്കണം വരേണ്ടത്. എന്നിട്ട് വേണം സബ്ജക്റ്റ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോ സൂണറിന് ശേഷം ഓക്സിലറി വെർബ് വന്നിട്ടുണ്ടോ? നോ സൂണർ ഹി കെയിം, അവിടെ തന്നെ വാക്കിലൊരു മിസ്റ്റേക്ക് വരുന്നില്ലേ? നോ സൂണർ ഡിഡ് ഹി കം than he made sure that everything was all right. അടുത്ത question, if James dash enough money he dash buy a new car next year. ജെയിംസിന് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത വർഷം അവൻ ഒരു കാറ് വാങ്ങിക്കും. എന്താണ്, എങ്ങനെ പറയും? ആൻസർ എന്താണ്? ഇവിടെ നമുക്കറിയാം, if ജെയിംസ് dash enough money, ജെയിംസിന് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ സുഹൃത്തായ മാജിക് വേൾഡ് അല്ലേ, മാജിക് വേൾഡിന്റെ പേര് എനിക്ക് അറിയില്ല, മാജിക് വേൾഡിന് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ്? മാജിക് വേൾഡ് എന്ത് ചെയ്യും? അടുത്ത വർഷം ഒരു കാറ് വാങ്ങിക്കും. പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ, ഉണ്ടായിരുന്നു എന്ന് വരുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. ഉണ്ട് എന്ന് പറയുമ്പോൾ ഹാവ്, ഹാസ് ഒക്കെ ഉണ്ട് എന്നാണ് അല്ലേ? അപ്പൊ നമുക്കറിയണം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെ, ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി. അപ്പൊ ഹാഡ് എന്ന് വരുന്നത് ഏതാണ്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ? 64ാമത്തെ ആൻസർ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഹാഡ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ വുഡ് ആണോ വില്ലാണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന അർത്ഥമാണ്, ഹാസ് എന്ന് പറയുമ്പോഴും ഉണ്ട് എന്ന അർത്ഥമാണ്. അപ്പോ എന്താണ്? ജെയിംസിന് പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ നമ്മള്? അങ്ങനെ പറയില്ല അല്ലെ? അല്ലെങ്കിൽ വൈശാഖിന് പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ്? അടുത്ത വർഷം വൈശാഖ് എന്ത് ചെയ്യും? കാറ് വാങ്ങിക്കും അല്ലേ? അപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഹാഡ് ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? he would buy a new car next year. അടുത്ത ക്വസ്റ്റ്യൻ, he was absent dash he was sick അല്ലെ? അവൻ ആബ്സെന്റ് ആയിരുന്നു. എന്താണ്? അവന് അസുഖം ആയിരുന്നു കൊണ്ട് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് അവൻ ആബ്സെന്റ് ആയത്? എന്തുകൊണ്ടാണ് അവൻ ആബ്സെന്റ്? നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോ നമുക്ക് എന്താണ്, ഇപ്പൊ ഏതെങ്കിലും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ജോലി സമയത്താണെങ്കിലും നമ്മൾ പറയാം he was absent അല്ലെങ്കിൽ she was absent. അപ്പൊ ചോദില്ലേ, അപ്പൊ she was absent. അപ്പൊ നമ്മൾ അതിന് കാരണം പറയണ്ടേ? എന്തുകൊണ്ടാണ് he was sick അല്ലേ? അപ്പൊ because 65 ഏത് ആൻസർ വരണം? എ ആണ് അല്ലേ? when എന്നൊക്കെ പറയോ? when ആയിരുന്നപ്പോൾ, during അതൊന്നും പറയില്ല അല്ലെ? while സമയത്ത്, അതൊന്നും കറക്റ്റ് മീനിങ് അല്ല അല്ലെ? he was absent, അവൻ ആബ്സെന്റ് ആയിരുന്നു. because എന്തുകൊണ്ടെന്നാൽ he was sick, അവൻ അസുഖം ആയിരുന്നു. അടുത്തത്, choose the correct meaning of the foreign words and phrases. ഇവിടെ 66ാമത്തേല് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ഇത് ഡിലീഷൻ ആണ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. 67ാമത്തേതിലെ കറക്റ്റ്ലി സ്പെൽറ്റ് ഡിസ്ക്രിപ്പൻസി അല്ലേ? എങ്ങനെയാണ്? ഏതാണ് സ്പെല്ലിംഗ് വരുന്നത്? 67ാമത്തെ സി ആണ് കേട്ടോ. CRE ആണ് കേട്ടോ. CREPANCE. ഓക്കെ, ഡിസ്ക്രിപ്പൻസി അല്ലേ? എന്താണ്? DIS, ഡിസ്, ഫസ്റ്റ് ഡിസ് എഴുതണം, പിന്നെ എന്താ എഴുതണം? CRE എന്ന് എഴുതണം, പിന്നെ PANCY അല്ലേ? പാൻസി. ഡിസ് CREPANCY. ഓക്കെ, അപ്പൊ ഇവിടെ ഒക്കെ CRI ആണ് തന്നിരിക്കുന്നത്. CRI കണ്ടോ? CRI ഒരിക്കലും വരരുത്, CRE. അടുത്തത്, ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് മൈ സെയിൽസ്. ഇവിടെ ഏത് വരും? ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. ഈ വാക്ക് വരുന്നതിന്റെ അർത്ഥത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ആൻസർ സി ആണ്. മെയ്ഡ് ബൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്.
ഹിസ് സ്പീച്ച് ഹാസ് എങ്ങനെയാണ് മെയ്ഡ് ബൈ, അതായത് ഇതേ മീനിങ് വരുന്ന അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. മെയ്ഡ് ബൈ മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്, അതായത് ഈ കാറ്റിൽ പറത്തി വിട്ട പോലെയുള്ള സംസാരം എന്ന് പറയില്ലേ, ടേക്കൺ വിൻഡ് ഔട്ട് ദി മൈ സെയിൽസ് അല്ലേ. അപ്പൊ അതേ എന്താണ് മെയ്ഡ് ബൈ വേർഡ്സ് ആക്ഷൻ ഇൻഎഫക്റ്റീവ്, അതൊരു എഫക്റ്റീവ് ആകുമോ? ഒരു കാറ്റിൽ പറത്തി വിടുന്ന സംസാരം ഞാനതൊക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ആർക്കോ വേണ്ടിയിട്ട് കാറ്റിപ്പറത്തി വിടുന്ന പോലെ ചെയ്യണം അല്ലേ, അതൊരു എഫക്റ്റീവ് ആകുമോ? ആകില്ല. അപ്പൊ അതിന് ഇൻഎഫക്റ്റീവ് വേർഡ്സ് ആണ് ഉള്ളത്. ഇനി അടുത്തത് ദേ സെഡ് ലെറ്റ് us come in. ദേ സെഡ് ലെറ്റ് us come in. എങ്ങനെ ചെയ്യും? എങ്ങനെയാണ് ചെയ്യാ? അപ്പൊ ഇവിടെ they said that, they told, അതൊക്കെ നമുക്ക് ഡിലീഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ they said let us come in അല്ലേ. എന്താണ്? അദ്ദേഹം ഒരു അപേക്ഷിക്കുന്ന പോലെ ചോദിക്കുകയാണ് അല്ലേ. let us go, പോകാൻ അനുവദിക്കൂ. നമ്മൾ പറയാറില്ലേ let us go, പോകാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് ചോദിക്കുകയാണ് അല്ലേ, ഒരു അപേക്ഷയാണ് അല്ലേ അവിടെ. അപ്പൊ ഇവിടെ എന്താണ്? they requested, 69 എന്ത് വരും? they requested me to let them come in. they requested me. വേഗം they said കണ്ട ഉടനെ എന്ത് ചെയ്യാൻ പാടില്ല? they said that എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് എഴുതാനായിട്ട് പാടില്ല കേട്ടോ. കാരണം ആ തന്നിരിക്കുന്ന വാക്ക് ഓർഡറിലാണോ അതോ ഒരു റിക്വസ്റ്റിലാണോ ഒരു ആജ്ഞാപിക്കലിലാണോ ഒക്കെ അതൊക്കെയാണോ എന്നുള്ളത് സെന്റൻസ് ആദ്യം നമ്മൾ നോക്കണം. ഇവിടെ നമ്മളൊരു റിക്വസ്റ്റ് ഫോമിലാണ് അല്ലെ, let us come in അല്ലെ, വരട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പോൾ they requested me to let them come in, to let them come in. ഇനി a speech made by someone for the first time, അതായത് a speech made by someone for the first time ഏത് വരും? ഇത് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. A speech made by someone for the first time. അതായത് നമ്മൾ ഒരാളുടെ ആദ്യത്തെ പ്രസംഗത്തിനെ എന്താണ് പറയുക? ആദ്യത്തെ പ്രസംഗം, ആദ്യത്തേത് അല്ലേ, ആദ്യത്തേത് എന്നുള്ളത് അല്ലേ, അതിന് എന്താ പറയാ? അതിനെ മെയ്തൻ സ്പീച്ച് എന്ന് പറയാം. അപ്പോൾ ക്ലൂ എന്ത് ചെയ്യാ? ആദ്യമായിട്ട് നമ്മൾ എവിടെയാണ് സ്പീച്ച് ചെയ്യാൻ പോണത്? മൈതാനത്താണ് എന്നുള്ളത് ചിന്തിക്കാട്ടോ. അപ്പോൾ ഒരു മൈതാനത്ത് ഒരു ഗാലറിയിൽ എന്താണ് സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കണക്ട് ചെയ്യണ്ട കേട്ടോ. നമ്മളെ തന്നെ കണക്ട് ചെയ്യുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ സ്റ്റേജിൽ ഗാലറിയിലേക്ക് കയറണം കേട്ടോ. എന്തിനെ? സ്പീച്ച് ചെയ്യാനും വേണ്ടിയിട്ട്. ഏത് ഗാലറിയിലാണ്? ഒരു മൈതാനത്തിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഒരു ക്ലൂ വെച്ചിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഞാനത് നിങ്ങൾക്ക് ഓർമ്മ വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദി ഫസ്റ്റ് ടൈം, മൈദൻ സ്പീച്ച്. എന്താണ്? മൈദൻ സ്പീച്ച്. മനസ്സിലായോ? ഡിസ്ക്രിപ്പൻസിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കില്ലല്ലോ. ഇനി CRE ആണ് കേട്ടോ. ഇവിടെ CRE ആണ്. ഓക്കെ. ഇനി ടേക്ക് the wind out of my sails അല്ലെ, കാറ്റി പറത്തി വിടുന്ന പോലെ അവന്റെ സംസാരം എന്ന് പറയുമ്പോൾ അതൊരിക്കലും എഫക്റ്റീവ് ആകില്ല അല്ലെ. അപ്പൊ ഒരാൾ നമ്മളോട് പറയണം ഞാൻ നിനക്ക് എന്തെങ്കിലും സഹായിക്കാം. നമ്മളിപ്പോ ഒരാളിനോട് പൈസ ചോദിക്കുകയാണ്, എന്തെങ്കിലും സഹായിക്കുമെന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറയും. ഒരു ഉറപ്പ് പറയോ? ഇല്ല. അതൊരു കാറ്റി പറത്തി വിട്ട പോലെയുള്ള സംസാരമാണ് അല്ലെ, അതൊരു ഇൻഎഫക്റ്റീവ് ആണ് അല്ലെ. അങ്ങനെ കണക്ട് ചെയ്യാലെന്നാ അതാണ് അർത്ഥം കേട്ടോ. they said let us come in, let us come in, let us go അല്ലെ. അപ്പൊ എന്താണ്? അവിടെ ഒരു റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ റിക്വസ്റ്റ് ഫോം ഉള്ളത് ഏതാണെന്ന് നോക്കുക. ഇവിടെ ബിയും CDയും റിക്വസ്റ്റ് ഫോം ഉള്ളതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. they requested me to let them come in. Okay. ഇവിടെ a speech made by someone for the first time എന്താണ്? മെയ്തൻ സ്പീച്ച്. ഓക്കെ ആണോ? നമ്മളൊക്കെ ആർട്ടിക്കിൾ എന്നുള്ളതിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലേ. ഈ എന്താണ് പ്രപഞ്ച സത്യങ്ങൾ ഉണ്ടല്ലോ, പ്രപഞ്ച സത്യങ്ങളില് മൂൺ എന്ന് വരുമ്പോൾ മാത്രമാണ് ഏത് ചേർക്കുക? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ? എയും എന്നും ദ ആണ് ആർട്ടിക്കിളിൽ വരുന്നത് കേട്ടോ. പുതിയ അറിയാത്ത കുട്ടികൾക്ക് പറഞ്ഞു തരികയാണ്. എ ആൻഡ് ദ എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് ഫോമിൽ വരുന്നത്. അതിൽ നമ്മൾ പ്രപഞ്ച സത്യം അല്ലെ, മൂൺ എന്ന് പറയുന്നത് ഒരാൾ ഉണ്ടാക്കിയതാണോ? അല്ല, അതൊരു പ്രപഞ്ചത്തില് ഒരു പ്രപഞ്ച സത്യമാണ് അല്ലെ. അപ്പൊ ദ മൂൺ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. പക്ഷേ ദ എന്ന് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഹെവൻ, സ്വർഗം അല്ലെ,
അതെന്താണ്? ഒരു പ്രപഞ്ചത്തിലുള്ള കാര്യമാണ്. അവിടെ ഒരിക്കലും എന്ത് പാടില്ല? ദ പാടില്ല. അതുപോലെ ഹെല്ല്, അതിന്റെ മുന്നിൽ ദ പാടില്ല. നാച്ചുർ അല്ലെ, അതൊരു പ്രപഞ്ചമാണ് അല്ലെ, അതിന്റെ മുന്നിൽ ദ പാടില്ല. സ്പേസ് അല്ലെ, അന്തരീക്ഷത്തില് ദ എന്ന് പാടില്ല. ഗോഡ്, ദൈവം, ദ ഗോഡ് എന്ന് പറയില്ല. ഓക്കെ, പിന്നെ പാരഡൈസ്. ഓക്കെ, പാരഡൈസ്. അപ്പൊ നമ്മളിപ്പോ പ്രപഞ്ച സത്യങ്ങൾ എടുക്കുന്ന സമയത്ത് മൂണിന്റെ മുൻപിൽ മാത്രമാണ് ദ മൂൺ എന്ന് ചേർക്കുകയുള്ളൂ. ബാക്കി ഏതിന്റെ മുന്നിൽ? ഹെവൻ, ഹെല്ല്, നാച്ചുർ, സ്പേസ്, ഗോഡ്, പാരഡൈസ്. ഇതിന്റെ മുന്നിലൊന്നും ഏത് പാടില്ല? ദ പാടില്ല. അപ്പൊ ഈ ആർട്ടിക്കിള് ഈ ഒരു റൂള് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാം. സിംഗുലർ ഫോം, പ്ലൂറൽ ഫോം നോക്കാം. സിംഗുലറും പ്ലൂറലും. ഓക്കെ, അജന്റം. അജന്റം സിംഗുലർ ഫോം എങ്ങനെ എഴുതാ? AGGENDUM. കണ്ടോ? അജന്റം ഇങ്ങനെയാണ് സിംഗുലർ ഫോമിൽ എഴുതുക. ഇതിന്റെ പ്ലൂറൽ ഫോം എങ്ങനെ വരും? അജന്റ. ഓക്കെ, അജന്റ. ഓക്കെ, അജന്റം സിംഗുലർ, അജന്റ പ്ലൂറൽ ആണ്. അലുമ്ന. അലുമ്ന സിംഗുലർ ഫോം ആണ്. അലുമ്നെ, ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടന്റ് എന്നിട്ട് നിങ്ങൾക്ക് തരുന്നത്. അലുമ്നെ, എന്നെ കഴിഞ്ഞിട്ട് ഒരു ഇ വരുന്നുണ്ട് പ്ലൂറല്, കണ്ടോ? അലുമ്ന, അലുമ്നെ. ഇനി അലുമ്നസ്. അലുമ്നസ് എന്താണ്? സിംഗുലർ ഫോം ആണ്. അലുമ്നി പ്ലൂറൽ ഫോം ആണ്. ഓക്കെ, അലുമ്നസ് സിംഗുലർ, അലുമ്നി പ്ലൂറൽ ഫോം. അനാലിസിസ്. അനാലിസിസ് എങ്ങനെ എഴുതും? സിംഗുലറില് SIS. ഇവിടെ അനാലിസിസ് പ്ലൂറലിൽ എങ്ങനെ എഴുതാ? യെസ്, കണ്ടോ? ANALY. ഇവിടെ SES ഉം ഇവിടെ SIS ഉം. ഓക്കെ, അപ്പൊ ഓർക്കാൻ എന്ത് ചെയ്യാ? സിംഗുലർ SI സിംഗുലർ, SI സിംഗുലർ എങ്ങനെയല്ല എഴുതുക? SI എന്നല്ല എഴുതുക. അപ്പൊ അനാലിസിസ് സിംഗുലർ ആണ്, SES പ്ലൂറൽ ആണ്. അക്വേറിയം എങ്ങനെ എഴുതും സിംഗുലറില്? QUARIUM. അക്വേറിയം സിംഗുലർ. പ്ലൂറൽ എന്താണ്? അക്വേറിയംസ് അല്ലെ, അക്വേറിയംസ്. അതുപോലെ അക്വേറിയ. അക്വേറിയം ഇത് പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ ഒരു 5 സിംഗുലറും പ്ലൂറലും പഠിച്ചിട്ടുണ്ട്. അജന്റം. പിന്നെ ഒരു ക്ലൂ ഇട്ടോ, UM വരുന്ന സെന്റൻസ് അവസാനം ഇങ്ങനെ UM എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സിംഗുലർ ഫോം ആയിരിക്കും. UM എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? സിംഗുലർ ഫോം ആയിരിക്കും. അജന്റം, അതിന്റെ പ്ലൂറൽ അജന്റ. അലുമ്ന, അലുമ്നെ. അലുമ്നസ്, അലുമ്നി. അനാലിസിസ്, അനാലിസസ്. അക്വേറിയം സിംഗുലർ ആണ്. അക്വേറിയംസും അക്വേറിയ ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്ലൂറൽ ചോദിച്ചതാണ് അക്വേറിയ. ഇനി നമുക്ക് മസ്കുലിനും ഫെമിനൈൻ ജെൻഡറും നോക്കാം. മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ. മസ്കുലിനില് എബർട്ട്, ABBOT. ഇതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ത് വരും? എബർട്ടിന്റെ അബസ് കേട്ടോ, അബസ്. ABBESS, ABBOT, ABBESS, അബസ്. ഇനി ആക്ടർ, മസ്കുലിൻ ആക്ടർ എന്ത് വരും? ആക്ട്രസ് അല്ലെ, ACTRESS, ആക്ട്രസ് ഫെമിനൈൻ ജെൻഡർ. ബാച്ചിലർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാച്ചിലറിന്റെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാച്ചിലർ മസ്കുലിൻ ആണ് അല്ലെ, അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? സ്പിൻസ്റ്റർ. സ്പിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടും ഒരുപാട് പ്രാവശ്യം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ബാച്ചിലർ മസ്കുലിൻ ആണ്, അതിന്റെ ഫെമിനൈൻ ജെൻഡർ സ്പിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ് ആണ്. ബ്രൈഡ് ഗ്രൂം. ബ്രൈഡ്
ഗ്രൂം, ബ്രൈഡ് ഗ്രൂം. അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ത് വരും? ബ്രൈഡ് അല്ലേ, ബ്രൈഡ്. ഓക്കെ, BR അല്ലേ, ബ്രൈഡ് ഗ്രൂം മസ്കുലിൻ, ബ്രൈഡ് ഫെമിനൈൻ ജെൻഡർ. ഇനി ബുള്ള്, ബുള്ള് അതിന്റെ ഫെമിനൈൻ ജെൻഡർ കൗ. അപ്പൊ ഇവിടെ അബട്ട്, അബസ്, ആക്ടർ, ആക്ട്രസ്, ബാച്ചുലർ, ബാച്ചുലേഴ്സിനെ കൊണ്ട് എഴുതാൻ പാടില്ല കേട്ടോ. ബാച്ചുലർ, സ്പിൻസ്റ്റർ അല്ലെങ്കിൽ മെയ്ഡ്, ബ്രൈഡ് ഗ്രൂമിന്റെ ഫെമിനൈൻ ജെൻഡർ ബ്രൈഡ്, ബുള്ളിന്റെ കൗ. ഓക്കെ ആണോ? ഇനി നമുക്കൊരു കുറച്ച് കൺഫ്യൂസിങ് വേർഡ് നോക്കാം. കൺഫ്യൂസിങ് വേർഡ് അക്സീഡ് പറഞ്ഞ എന്താണ്? ACCEDE, അക്സീഡ്. എന്ത് വരും? അക്സീഡിന്റെ കൺഫ്യൂസിങ് വേർഡ് അക്സീഡ് പറഞ്ഞ എന്താ? ടു എഗ്രി ട്ടോ, ടു എഗ്രി. അക്സീഡ് ടു എഗ്രി. എങ്കിൽ എക്സീഡ് എന്ത് വരും? അക്സീഡ് ടു എഗ്രി ആണെങ്കിൽ എക്സീഡ് എന്ത് വരും? ടു ഗോ ബിയോണ്ട്, ടു ഗോ ബിയോണ്ട്. എക്സീഡ് ടു എഗ്രി, എക്സീഡ് പറഞ്ഞാൽ ടു ഗോ ബിയോണ്ട്. അക്സെപ്റ്റ് എന്താണ്? അക്സെപ്റ്റ് പറഞ്ഞാൽ ടു റിസീവ് അല്ലെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, അപ്പൊ സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ വരും. CEIVE, ടു റിസീവ്. എങ്കിൽ accept എന്ത് വരും? എങ്കിൽ accept എന്ത് വരും? accept പറഞ്ഞാൽ a part from, otherwise than, okay. ഇനി access എന്ത് വരും? access approach, to gain entry, okay. Accede പറഞ്ഞാൽ agree, exceed പറഞ്ഞാൽ to go beyond, accept to receive, accept a part from, otherwise than, access approach to gain entry, okay. Approach to gain entry. ഇനി മലയാളത്തിലേക്ക് കിടക്കാം. ശരിയായ പ്രയോഗം, കാറ്റഗറി നമ്പർ 27/2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ശരിയായ പ്രയോഗം ഏതാണ്? ഇതിൽ ഏതാ വരിക? 1ഉം 3ഉം ശരിയാണ് കേട്ടോ. 1ഉം 3ഉം ശരിയാണ്. 10 തെങ്ങ് 100 പുസ്തകം. ഇവിടെ മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ 10 എന്ന് ഒരു എണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? പ്ലൂറൽ ആക്കാനായിട്ട് പാടില്ല. ഇവിടെ 10 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ 10 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അല്ലെങ്കിൽ 10 തെങ്ങ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 100 തേങ്ങകൾ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. 100 തേങ്ങകൾ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഇവിടെ 100 എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പ്ലൂറൽ ആയിട്ട് ഫോം വേണ്ട. തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇനി 1000 ബിസ്ക്കറ്റുകൾ എന്ന് പറയണ്ട. 1000 ബിസ്ക്കറ്റുകൾ എന്ന് പറയണ്ട. 1000 ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇതാണ് വന്നിരിക്കുന്നത്. 10 തെങ്ങ് 100 പുസ്തകം. കണ്ടോ? 1ഉം 3ഉം ശരിയാണ്. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? നേതാവ് പുരുഷലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗം നേത്രിയാണ് കേട്ടോ. നേതാവ്, നേത്രി. മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ താഴെ 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് മിന്നാമിനുങ്ങിന്റെ പര്യായ പദങ്ങൾ? ഏതൊക്കെ വരും അറിയോ? 3ഉം 4ഉം. ഇവിടെ നമ്മൾ പ്രകാശകൻ എന്നൊക്കെ കാണുമ്പോൾ വേഗം അതിലേക്ക് പോകില്ല. മിന്നാമിനുങ്ങ് പ്രകാശം തരുന്നുണ്ടല്ലോ, അപ്പൊ പ്രകാശകൻ എഴുതാൻ അല്ലേ. അതല്ല, തൈജസ കീടം, ഗദ്യോതം. അപ്പൊ മിന്നാമിനുങ്ങിനെ കാണുന്ന സമയത്ത്, മിന്നാമിനുങ്ങിനെ കാണുന്ന സമയത്ത് അയ്യോ അതാ മിന്നാമിനുങ്ങ് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാ? അതാ തൈജസ കീടം. എന്താണ്? അതാ തൈജസ കീടം അല്ലെ. അപ്പൊ നമ്മൾ മിന്നാമിനുങ്ങിന്റെ പര്യായം പഠിക്കും. തൈജസ കീടം, ഗദ്യോതം. തൈജസ കീടം, ഗദ്യോതം. അടുത്തത് ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം.
ഏതാണ്? ഒന്ന് മാത്രം ട്ടോ. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം ഏതാണ്? എ ആണ് ട്ടോ. ഒന്ന് മാത്രം ശരിയാണ്. വഞ്ചകൻ. ഫടൻ. നമ്മൾ വേഗം യോദ്ധാവിനെയും പോരാളിനെയും അല്ലെ ഫടൻ എന്ന് പറയുമ്പോ ആ ബടൻ എന്ന് പറയുമ്പോ അർത്ഥം ഏതാണ് അക്ഷരം അറിയോ? ഈ ഇങ്ങനെയാണ് വരിക. ഈ യോദ്ധാവ്, പോരാളി എന്നൊക്കെ വരുന്നത് ഏതാണ്? ഈ ബ എന്ന് അക്ഷരം വരുന്നതാണ്. ഇവിടെ ഫ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോ വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം. ധനത്തിന്റെ പര്യായ പദങ്ങൾ ഏതാണ്? ഒന്നും രണ്ടും ശരിയാണ്. അർത്ഥം, വിത്തം. ധനമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ധനത്തിനെ ധനം എന്ന്, അവന്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട് അല്ലെ, അവന്റെ കയ്യിൽ ഒരുപാട് അർത്ഥമുണ്ട്, അവന്റെ കയ്യിൽ ഒരുപാട് വിത്തമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ധനത്തിന്റെ പര്യായ പദങ്ങളാണ്. ധനം എന്ന് പറയുമ്പോൾ ധനം, അർത്ഥം. അർത്ഥം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും അർത്ഥം, അതൊന്നും വരില്ല. അർത്ഥം അല്ലെ, അർത്ഥം, വിത്തം, വിത്തം. ശരിയായ വാക്കുകൾ ഏത്? ശരിയായ വാക്കുകൾ ഏത്? 76 ഡി ആണ്. 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. രക്ഷാകർത്താവ്. രക്ഷകർത്താവല്ല, നമ്മൾ എപ്പോഴും പറയും എന്താണ്, നിങ്ങളുടെ രക്ഷകർത്താവിനെ വിളിച്ചിട്ട് വരൂ എന്ന് പറയും അല്ലേ. നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. രക്ഷാകർത്താവ് ഹാർദം അല്ലെ. എല്ലാ മൈക്ക് പിടിച്ചിട്ട് അനൗൺസ് ചെയ്യുമ്പോഴും എല്ലാവരെയും അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുമ്പോഴും പറയുന്നത് കേൾക്കാം. സ്റ്റേജിലും പിന്നെ ഇവിടെ ഇരിക്കുന്ന മുന്നിൽ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം എന്ന് പറയാറുണ്ട് അല്ലെ. ഹാർദവമായ സ്വാഗതം എന്നല്ല പറയേണ്ടത്, ഹാർദമായ സ്വാഗതം എന്നാണ് പറയേണ്ടത് കേട്ടോ. എല്ലാവരുടെയും നിങ്ങൾ സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ. ഹാർദവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഹാർദമായ സ്വാഗതം എന്ന് പറയണം. രക്ഷാകർത്താവ്. ക്ഷ കഴിഞ്ഞിട്ട് എന്ത് വേണം? ഈ ചിഹ്നം വേണം. അടുത്തത് ഫാഷൻ മോങ്ങർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജമ ഏത്? ഫാഷൻ മോങ്ങർ അഴകിയ രാവണൻ. 77 ഇത് വരും. എ ആണ്. അഴകിയ രാവണനാണ് ഫാഷൻ മോങ്ങർ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? കഥയുടെ പ്രധാനമായ അംശം സി ആണ്. 2 മാത്രം ശരിയാണ്. കഥാസാരം ട്ടോ. കഥയുടെ പ്രധാനമായ അംശം എന്ന് പറഞ്ഞാൽ കഥാസാരമാണ്. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ? അവർക്ക് ഒന്ന് ചോദിച്ചാൽ പോരാ, 2ഉം ചോദിക്കണം അല്ലെ. തന്നിരിക്കുന്നതില് പിൽക്കാലവും കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ? എങ്ങനെയാണ് പിൽക്കാലം പിരിച്ചെഴുതുക? പിൻ, നമ്മൾ പഠിച്ചതാണ്. പിൻ പ്ലസ് കാലമാണ് പിൽക്കാലം. കണ്ണീര് എന്ത് പറയും? കണ്ണീര് എങ്ങനെ പിരിച്ചെഴുതുക? കൺ പ്ലസ് നീര്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉം ശരിയാണ്. പിൽക്കാലം എങ്ങനെ പിരിച്ചെഴുതും? പിൻ പ്ലസ് കാലം. കണ്ണീര് എങ്ങനെ പിരിച്ചെഴുതും? കൺ പ്ലസ് നീര്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം? ആൻസർ ഡി ആണ്. 4 മാത്രം ശരിയാണ്. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും അല്ലെ. ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് പുറത്ത് എന്ത് ചെയ്യാ? സ്നേഹം അഭിനയിക്കുക അല്ലെ. അതാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. നമുക്ക് തന്നിരിക്കുന്ന സിലബസില് പരിഭാഷ എന്നൊരു ടോപ്പിക് പഠിക്കാനുണ്ട് അല്ലെ. മലയാളത്തിൽ പരിഭാഷ എന്നുള്ളതുണ്ട്. നമുക്ക് നോക്കിയാലോ. ഫുൾ പ്രീവിയസ് ആണ്. ആഡിങ് ഫ്യൂവൽ to the fire. adding fuel to the fire എന്താണ് ഇതിന്റെ പരിഭാഷ? മലയാളത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. adding fuel to the fire എന്താണ്? എരിതീയിൽ എണ്ണ ഒഴിക്കുക. എരിതീയിൽ എണ്ണ ഒഴിക്കുക. അതായത് നമ്മൾ ആകെ വിഷമിച്ചിട്ടായിരിക്കും ഇരിക്കുക, അതിന്റെ കൂടെ വന്നിട്ട് വീണ്ടും നമ്മളെ എന്ത് ചെയ്യും? കുറച്ചും കൂടി വിഷമം തന്നുവിടും. അപ്പൊ അതിനെന്താണ്? ആകെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അതിൽ എണ്ണ ഒഴിച്ചാലോ വീണ്ടും അങ്ങോട്ട് ഒന്നേ കത്തില്ലേ? അതേപോലെ കേട്ടോ, എരിതീയിൽ എണ്ണ ഒഴിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ എന്താണ് വരിക? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.
Prevention is better than cure. In a slow and steady wins the race. Slow and steady wins the race. എന്താണ്? മെല്ലെ തിന്നാൽ എന്ത് ചെയ്യാം? നമുക്ക് മുള്ളും തിന്നാം. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഇനി and it was at the age poetry arrived in search of me. ഇതിന്റെ പരിഭാഷ എന്ത് പറയും? And it was at the age poetry arrived in search of me. എന്നെ തേടി കവിത വന്നണഞ്ഞത്, നമ്മളിത് പ്രീവിയസ് ആയിട്ട് പറഞ്ഞതാണ്. എന്നെ തേടി കവിത വന്നണഞ്ഞത് എപ്പോഴാണ്? ആ പ്രായത്തിലാണ്. അടുത്തത് NOC. നമ്മൾ പറയാറുണ്ട്, പഞ്ചായത്തിൽ നിന്നൊക്കെ നമ്മൾ പറയും NOC വാങ്ങിക്കണം എന്ന് പറയും അല്ലേ? എന്താണ് NOCയുടെ ഫുൾ ഫോം? നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന്റെ കറക്റ്റ് മലയാളം നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ പറയാറുണ്ട്, അവിടെ നിന്ന് NOC വാങ്ങിക്കണം പറയാറുണ്ട് അല്ലേ? ആ NOCയുടെ ഫുൾ ഫോം നോ ഒബ്ജെക്ഷൻ പത്രമാണ്. കറക്റ്റ് അതിന്റെ ഇതെന്താണ്? നിരാക്ഷേപ പത്രം എന്നാണ്. പ്രീവിയസ് ആണ് കേട്ടോ. നിരാക്ഷേപ പത്രം 10 വർഷം മുമ്പുള്ള പ്രീവിയസ് അല്ല ഞാൻ പറയുന്നത്, 24ത്തെ പ്രീവിയസ് ആണ് പറയുന്നത്. നിരാക്ഷേപ പത്രം. ഇവിടെ എന്തൊക്കെ പഠിച്ചു? ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എരിതീയിൽ എണ്ണ ഒഴിക്കുക. 97/2024 ക്വസ്റ്റ്യൻ ആണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 112/2024. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. 122/2024 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദ ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. 117/2024. NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന്റെ കറക്റ്റ് നിരാക്ഷേപ പത്രം എന്നാണ്. 22/2024 ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക. നമുക്കിനി അടുത്തത് ഒരു സമാന പദം നോക്കാം. അതോടുകൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സമാന പദം. മറ്റൊരാളിൽ കാണപ്പെടാത്തത്, അതിനെ എന്തു പറയും? മറ്റൊരാളിൽ കാണപ്പെടാത്തത് അതിനെ എന്താ പറയാ? മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്നുള്ളതിനെ എന്തു പറയും? ചന്ദനത്തിന് മറ്റൊരു അർത്ഥം പറയൂ. ചന്ദനത്തിന് മറ്റൊരു കലാധരൻ. അതിന്റെ മറ്റൊരു അർത്ഥം പറയൂ. നാഴികയുടെ 60ൽ ഒരു പങ്ക്. നാഴികയുടെ 60ൽ ഒരു പങ്ക്. കൂട്ടുകാരോട് പറയാണ്, എന്നാ സ്പീഡ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൗണ്ടിൽ സ്പീഡ് വേണോ, അതോ അതൊരു മിഡിലായിട്ട് പോയാൽ മതിയോ, അതോ വെരി ഫാസ്റ്റ് ആയിട്ട് പോകണമുണ്ടോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഓപ്ഷൻ അതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. നാഴികയുടെ 60ൽ ഒരു പങ്ക് എന്താണ് അതിന് പറയുക? നദിയുടെ മറ്റൊരു അർത്ഥം പറയുക. സമാന പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതിന്റെ അർത്ഥം വരുന്ന അതേ പദം ഏത് എന്നാണ് ചോദ്യം. മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്താണ് അതിന് പറയാ? അനാദൃശ്യമാണ് കേട്ടോ. മറ്റൊരാളിൽ കാണപ്പെടാത്തത് അനാദൃശ്യം. 92/2024 ചോദ്യമാണ്. ചന്ദനം എന്താണ്? മാലേയം. ചന്ദനത്തിന് എന്താണ്? മാലേയം. കലാധരൻ എന്താണ്? കലാധരൻ ബിദു അല്ലേ? ബിദു എന്ന് പറയാം. അല്ലെങ്കിൽ മൃഗാങ്കൻ എന്ന് പറയാം. ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ നിരാധിപൻ എന്ന് പറയാം. വിദു, മൃഗാങ്കൻ, നിരാധിപൻ ഇതൊക്കെ എന്താണ്? കലാധരൻ അർത്ഥമാണ്. ചന്ദനം മാലയം 109/2024 ചോദ്യമാണ് കേട്ടോ. കലാധരൻ, വിധു, മൃഗാങ്കൻ, നിഷാധിപൻ 88/2024 ചോദ്യമാണ്. നാഴികയുടെ 60ൽ ഒരു പങ്ക് എന്താണ്? വിനാഴികയാണ് കേട്ടോ. നാഴികയുടെ 60ൽ ഒരു പങ്ക് വിനാഴിക. 117/2024. നദിയുടെ മറ്റൊരു അർത്ഥമാണ് വാഹിനി. വാഹിനി അല്ലേ? വാഹിനി, നിമ്നഘ
അല്ലേ? ഇതൊക്കെ എന്താണ്? നദിയുടെ അർത്ഥങ്ങളാണ്. 20/2024 ചോദ്യമാണ്. അപ്പോ സമാന പദത്തില് മറ്റൊരാളിൽ കാണപ്പെടാത്തത് എന്താണ്? അതിന്റെ സമാന പദം അനാദൃശമാണ്. ചന്ദനത്തിന്റെ മറ്റൊരു പദം മാലേയം. കലാധരൻ, വിധു, മൃഗാങ്കൻ, നിരാധിപൻ. നാഴികയുടെ 60ൽ 1 പങ്ക് വിനാഴിക. നദിയുടെ മറ്റൊരു പദം സമാന പദമാണ് വാഹിനി, നിമ്നഘ എന്നൊക്കെ വരും. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ മതിയല്ലോ അല്ലെ? ഇങ്ങനെ പോകാല്ലേ? നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്യേണ്ട. ഇംഗ്ലീഷ് മലയാളം ഫുള്ളും വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ? ചെയ്യാട്ടോ. സപ്പോർട്ട് പ്രതീക്ഷിക്കാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിച്ചു മാറ്റുക. പിന്നെ നാളെ ഫുള്ളായിട്ട് റിവിഷൻ ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കാന്നല്ല, ചെയ്തേ പറ്റൂ. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ എനിക്ക് റിസൾട്ടിലായിട്ട് ഇങ്ങോട്ട് തരണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ ഞാൻ വാങ്ങിക്കുന്നില്ല. പക്ഷെ റിസൾട്ട് രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇത് തരിക കേട്ടോ. നന്നായിട്ട് നാളെ ഇത്രയും ദിവസം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ 12 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് 12ൽ തന്നെ 140ഓളം എന്ത് ചെയ്തു? പ്രീവിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ടുണ്ട്. 120ഓളം മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആയി? 240, 260 പ്രീവിയസ് ക്വസ്റ്റ്യൻ 2 ആഴ്ച കൊണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അത് 260 ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിച്ച് എങ്ങനെ വന്നു എന്നുള്ളത് നാളെ ഫുള്ളായി പഠിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.